ഞായറാഴ്ചയായിട്ട് എന്തെന്നൊരു അംഗംവെട്ട് ഇല്ലാണ്ടിരിക്കണമെന്നല്ലേ, അംഗംവെട്ട് തുടങ്ങാൻ പോണേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് എനർജി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏട്ടനില്ല, ഏട്ടൻ ഇടുക്കി പോയിരിക്കണം. അപ്പോൾ ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക് പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ചായ കുടിക്കാനിരിക്കുന്നത്. രാത്രി മുതൽ ഒരു ചെവിവേദന ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത്. വന്നത് തലയൊക്കെ കെട്ടി നമ്മുടെ ഫ്രീ ആയ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടാണ് അംഗംവെട്ടിന് തയ്യാറാവണം കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ദോശയും ചമ്മന്തിയും പിന്നെ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി അവർക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷമാണ് ചിക്കൻ എടുത്തിട്ട് വന്നതിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടാണ് നമ്മളൊരു മസാല വറുത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ ഒന്ന് കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ മല്ലി, വറമുളക്, പിന്നെ ഗരം മസാല സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, കുരുമുളക്, ജാതിപത്രി അങ്ങനെ എല്ലാം ഇട്ട് നന്നായിട്ട് അതിനെ മൂപ്പിച്ച് മാറ്റി വെക്കുക. ഇത് ചൂടാറുമ്പോഴേക്കും നമ്മൾ ഈ കറിക്ക് ആവശ്യമുള്ള സവോളയും തക്കാളിയും ഒക്കെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അരിഞ്ഞെടുത്തതിന് ശേഷം നോക്കുമ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയും ഒരു തുണ്ട് ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞത് നമ്മൾ കറി ഉണ്ടാക്കാൻ തയ്യാറായി. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാള ഇട്ട് സവാള നന്നായി മൂത്തത് അതിലേക്ക് തക്കാളി, കറിവേപ്പില, മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് വഴട്ടുക. ഒപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കളറിനാണ് കേട്ടോ. മുളക് ഓൾറെഡി നമ്മൾ വറ്റൽ മുളക്, കുരുമുളകൊക്കെ ചേർത്തത് കൊണ്ട് എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. നന്നായി വേണ്ടത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കഴിയുമ്പോൾ എന്തൊരു മണമാണെന്നറിയോ, നല്ല മണം ഉണ്ടാവും. അങ്ങനെ അത് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക. തൊട്ടടുത്ത് തന്നെ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ വേദനയുള്ളത് കൊണ്ട് രസമാണെന്ന് റെഡിയാക്കിയിരിക്കുന്നത്. അങ്ങനെ അവസാനം മല്ലിയില തൂവി ഇറക്കി കഴിഞ്ഞാൽ നല്ല ചിക്കൻ കറി തയ്യാറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.